കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നടന്നൊരു ചർച്ചയാണ് വേഷത്തിൻ്റെ പേരിലാണോ സ്ത്രീയുടെ വ്യക്തിത്വം വിലയിരുത്തപ്പെടേണ്ടതെന്നുള്ളത്. ഇതിൽ ഫസ്റ്റ് ഇതിൻ്റെ ടൈറ്റിൽ റേജ് ബെയ്റ്റ് ആണ്. വേഷത്തിൻ്റെ പേരിലാണോ സ്ത്രീയുടെ വ്യക്തിത്വം വിലയിരുത്തപ്പെടേണ്ടതെന്നല്ല ഒരിക്കലും ടൈറ്റിൽ കൊടുക്കേണ്ടിയിരുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന് പങ്കുണ്ടോ എന്നായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അതുപോലെ ആ വസ്ത്രധാരണം അവർ ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഇത് കുറയാനുള്ള സാധ്യതയുണ്ടോ, ഇങ്ങനെയായിരുന്നു ടൈറ്റിൽ. ഇതിലെന്തെങ്കിലും ഒന്നായിരുന്നു ടൈറ്റിൽ കൊടുക്കേണ്ടിരുന്നത്. ഇത് റേജ് ബെയ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ വ്യൂ കിട്ടണം. ഫസ്റ്റ് ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ, നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ, ഒരു കാര്യം അനാലിസിസ് നടത്തുമ്പോൾ അതിലുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. ഇവിടെ ഹ്യൂമൻ നേച്ചർ, മെയിലിൻ്റെ നേച്ചർ എന്ന് പറയുന്നൊരു സാധനം ഇതിൽ വരുന്നുണ്ട്. കാരണം അവരാണ് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. ഇപ്പോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3 types ഓഫ് മെയിൽസ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെ സിറ്റുവേഷൻ ആണെങ്കിലും എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും അവരൊരിക്കലും അവരുടെ മോറൽ വാല്യൂസിനെ കടന്ന് അവർ ബിഹേവ് ചെയ്യില്ല, അവരൊരു സ്ത്രീയെയും അതിക്രമിക്കില്ല. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് സാഹചര്യം കിട്ടിയാൽ ബാക്കിയുള്ളവരറിയാതെ കോൺസിക്വൻസസ് ഒന്നും ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ത്രീകൾക്കെതിരെ അതിക്രമം കാണിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. മൂന്നാമത്തെ കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ദേ ഡോണ്ട് കെയർ അബൌട്ട് എനിത്തിങ്. അവർ ക്രിമിനൽ നേച്ചർ ഉള്ളവരായിരിക്കും, അവർ കോൺസിക്വൻസസിനെ പറ്റി അപ്പോൾ ബോധേഡ് ആയിരിക്കില്ല. ഇങ്ങനെ 3 കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട്. ഇതിൽ നമുക്ക് നിയമമുണ്ട്, നിയമവും ശിക്ഷയും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു ഇവൻറ്റ് നടന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് നിയമവും ശിക്ഷയുണ്ട്. ഇനി ഇങ്ങനെ ഒരു ഇവൻറ്റ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അവിടെയാണ് UA ടീം ഇവരുടെ സ്റ്റഡീസ് പ്രസൻറ്റ് ചെയ്യുന്നത്. ആക്ച്വലി അത് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി പറയുന്നുണ്ട്. ബേസിക്കലി ഈ പറഞ്ഞ 3rd കാറ്റഗറി ഓഫ് പീപ്പിൾ ഇവർ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ അഗ്രഷൻ കാണിക്കും. അതിനർത്ഥം അവരെ വിക്ടിം ബ്ലെയിം ചെയ്യല്ല. അതായത് അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ വസ്ത്രം ധരിച്ചതുകൊണ്ട് അവർക്ക് അങ്ങനെ തന്നെ കിട്ടണമെന്നല്ല പറയുന്നത്. ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും? അതിലൊരു ഫാക്ടർ എന്ന് പറയുന്നത് അവർക്ക് എന്താ പറയുക, സെഷൻസ് കൊടുക്കുക, അവയർനെസ് കൊടുക്കുക, അവരെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കുക, അവരുടെ ഫ്രസ്ട്രേഷൻ കുറയ്ക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുക. 2, എൻവയോൺമെൻറ്റിൽ ആസ് എ സൊസൈറ്റി നമ്മളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സൊസൈറ്റിയിൽ നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെയുള്ള പ്രോബ്ലംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഡ്രസ്സ് കുറച്ച് മോഡസ്റ്റായിട്ട് ധരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഫാക്ടർ നിങ്ങളെ ബാധിക്കുന്നില്ല. പിന്നെ രണ്ടാമതൊരു കേസ്, ഇപ്പോൾ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഇൻ്റലിജൻസും ഇതിനനുസരിച്ചാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇഗ്നോർ ചെയ്യുന്നൊരു ഫാക്ട് ഉണ്ട്. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ മെന്നിന് വിമൻ ലെസ്സായിട്ട് ഡ്രസ്സ്, വിമൻ ഒരുപാട് സ്കിൻ ഷോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് മെൻ അവരെ കൂടുതൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, ഹ്യൂമൻ ആയിട്ടല്ല. നിങ്ങൾ ആക്ച്വലി ഇൻ്റലക്ച്വലിയാണ് നിങ്ങളെ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് കവർ ചെയ്യാണ് വേണ്ടത്. അതായത് ഇപ്പം ഡിസ്ട്രാക്ഷൻ കൂട്ടിയിട്ട് അല്ലല്ലോ നമ്മൾ പഠിക്കാനിരിക്കുന്ന ഒരാൾക്ക് ഡിസ്ട്രാക്ഷൻ കുറയ്ക്കാനാണ് ശ്രമിക്കുക. അതുപോലെ നിങ്ങളെ എങ്ങനെയാണോ സൊസൈറ്റി കാണേണ്ടത് അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ഇൻ്റലക്ച്വലിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്ഷലി ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ ഈ ഡ്രസ്സിങ് സ്റ്റൈല് ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ കൂടുതൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവർ ചെയ്യുന്ന ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുതലായി മാറും. അപ്പോൾ അത് കുറയ്ക്കുന്ന ഒരു ഫാക്ടറാണിത്. ഈ പറഞ്ഞ ഫ്രസ്ട്രേഷൻ വരാൻ ഡ്രസ്സ് മാത്രമല്ല ഫാക്ടർ, പല ഫാക്ടേഴ്സുണ്ട്. അതിനൊരിക്കലും ആ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ മാക്സിമം ശിക്ഷിക്കാൻ പറ്റുന്ന അത്രയും രീതിയിൽ ശിക്ഷിക്കാം. പക്ഷെ അതേസമയം തന്നെ ആസ് എ സൊസൈറ്റി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളിത് ട്രൂ ആണെങ്കിലൊന്ന്, ഇപ്പം നിങ്ങൾ പലരും ഇതിനെ ഡിനൈ ചെയ്യുന്നു. നിങ്ങൾ ഈ പഠനങ്ങളെ പറ്റി ഒന്ന് പഠിക്ക്, എന്നിട്ട് ആലോചിച്ച് നോക്ക്. ഇപ്പം നിങ്ങൾ ആസ് എ വുമൻ നിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സ് കാരണം ഒരാളിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ട് ആ ഇവൻറ്റ് നാളെ എത്തുന്നത് വേറൊരു കുട്ടിയുടെയോ അല്ലെങ്കിൽ പ്രായമുള്ള ഒരാളുടെ, ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണിലെ, ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്രമിക്കുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബെറ്ററായിട്ട് വസ്ത്രം ധരിക്കുന്നതല്ലേ ബെറ്റർ. നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ചോ.